കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 2-ാം ഞായർ യേശു ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്നു. യേശുവും ശിഷ്യന്മാരും ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യൻ അവർക്ക് എതിരെ വരുന്നു. അവൻ തൻ്റെ മുഖം നിലത്തോളം കുമ്പിട്ട് യേശുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. പുരോഹിതന്മാർ കുഷ്ഠരോഗം എങ്ങനെ നിർണയിക്കണമെന്ന് ലേവ്യ പുസ്തകം 13-ാം അധ്യായം വിശദീകരിക്കുന്നു. വ്രണങ്ങൾ പരിശോധിക്കണം, പക്ഷേ ഒരിക്കലും സ്പർശിക്കരുത്. ഒരിക്കൽ കുഷ്ഠരോഗമുണ്ട് എന്ന് പുരോഹിതന് ബോധ്യപ്പെട്ടാൽ അവനെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നു. അവന്റെ ശവസംസ്കാര ശുശ്രൂഷ കൂടെ നടത്തിയാണ് അവനെ മടക്കി അയക്കുന്നത്. കാരണം ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും മാന്യമായ ഒരു ശവസംസ്കാരം ലഭിക്കുകയില്ല. ഈ രോഗി യേശുവിനെ വിളിച്ച് കരഞ്ഞപ്പോൾ അവൻ ശാരീരിക രോഗശാന്തി മാത്രമല്ല ആവശ്യപ്പെട്ടത്. കുഷ്ഠം ശാരീരിക വേദന കൊണ്ടുവരുന്നില്ലല്ലോ. എന്നാൽ ഈ രോഗത്തിലൂടെ താൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൽ നിന്നും ഒരു മോചനമാണ് ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്. അവന്റെ ആഴത്തിലുള്ള ആവശ്യം ശരീരത്തിൽ മാത്രം സുഖം പ്രാപിക്കുക എന്നതല്ല, മറിച്ച് ശാരീരികമായും സാമൂഹികമായും ആത്മീയമായും സൗഖ്യം പ്രാപിക്കുക എന്നതായിരുന്നു. ഇവിടെ യേശുവിന് വേണമെങ്കിൽ ദൂരെ നിന്ന് ഈ മനുഷ്യന് സൗഖ്യം നൽകാമായിരുന്നു. പകരം യേശു ആ മനുഷ്യനെ സ്പർശിച്ചു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക എന്ന് പറഞ്ഞു. തൽക്ഷണം കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. യേശു എന്തിനാണ് അവനെ സ്പർശിച്ചത്? കാരണം അവന്റെ ശരീരം സുഖപ്പെടുത്തുന്നതിനപ്പുറം അവന്റെ അന്തസ്സും സമൂഹത്തിലെ അവന്റെ സ്ഥാനവും ദൈവവുമായുള്ള ബന്ധവും പുനഃസ്ഥാപിക്കുകയായിരുന്നു. ആ സ്പർശനത്തിലൂടെ യേശു അവനോട് പറഞ്ഞു: മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വേർതിരിക്കുന്നത് എന്നിൽ നിന്ന് നിന്നെ വേർതിരിക്കുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, ഞാൻ നിന്നെ കാണുന്നു. ഈ സംഭവം കുഷ്ഠരോഗിക്ക് ഗുണകരമായി അവസാനിക്കുന്നു. പക്ഷേ യേശുവിന് അത് വലിയ നഷ്ടം വരുത്തി. തന്നെ സുഖമാക്കിയത് ആരാണെന്ന് ആരോടും പറയരുതെന്ന് അമർച്ചയായി യേശു കൽപ്പിച്ചിട്ടും സൗഖ്യം ലഭിച്ചവൻ നാടെങ്ങും പോയി അത് പ്രഘോഷിക്കുന്നു. തൽഫലമായി യേശു അസ്പൃശ്യനായി തീരുന്നു. കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനായി തീരുമെന്നുള്ളത് യേശുവിന് ഇവിടെ അനുഭവമായി. അതിൻ്റെ ഫലമായി യേശുവിന് പരസ്യമായി ഒരു പട്ടണത്തിലും പ്രവേശിക്കാൻ കഴിയാതെ ഏകാന്തമായ സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വന്നു. കുഷ്ഠരോഗി സുഖം പ്രാപിച്ചു ഭവനത്തിലേക്കും തൻ്റെ സ്നേഹിതരിലേക്കും മടങ്ങിപ്പോയി. എന്നാൽ യേശു ഒറ്റപ്പെട്ട് അവന്റെ സ്ഥാനം ഏറ്റെടുത്തു. എപ്പോഴും യേശു ചെയ്യുന്നത് ഇതുതന്നെയാണ്. പാപം ചെയ്യാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ ആഴ്ച നമ്മുടെ പാതയിൽ എവിടെയെങ്കിലും സമൂഹം അവഗണിക്കുകയോ നിരസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തിയിരിക്കുകയോ ചെയ്യുന്ന ഒരാളെ നാം കണ്ടുമുട്ടും. അപ്പോൾ ആ ആളിനെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ആശ്വാസവും ധൈര്യവും പകരുവാനും നമുക്ക് സാധിക്കുമോ? കുഷ്ഠരോഗിയെ സ്പർശിച്ചതിലൂടെ യേശു തന്മേൽ ഏറ്റെടുത്ത ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ആരും സ്പർശിക്കാത്തവരെ, ആരും അടുത്തു ചെല്ലാത്തവരെ, അടുത്തു വരാൻ മടി കാട്ടുന്നവരെ സ്പർശിക്കുന്ന, അടുത്തു ചെല്ലുന്ന, ആശ്ലേഷിക്കുന്ന ദൈവികമായ ധൈര്യം നിറഞ്ഞ ഒരാഴ്ചക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.